ഇന്നൊരു ചിക്കൻ റെസിപ്പിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഡിന്നറിനൊക്കെ ഒരു സ്റ്റാർട്ടറായും ഈവനിങ് സ്നാക്കായും സെർവ് ചെയ്യാൻ സാധിക്കുന്ന ചിക്കൻ പക്കോട. ചൂടോടുകൂടി സെർവ് ചെയ്താൽ നല്ല ക്രിസ്പിയും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു സ്നാക്കാണിത്. ഞാൻ ലിഷ, വെൽക്കം ടു മൈ ചാനൽ ദ കോഫി മഗ്. ചിക്കൻ പക്കോട ഉണ്ടാക്കുന്നതിനായി ഞാനിവിടെ 500 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. വൃത്തിയാക്കിയതിന് ശേഷമുള്ള തൂക്കമാണ് 500 ഗ്രാം. ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിനു വേണ്ടി ചിക്കൻ ബോണോട് കൂടിയോ ബോൺലെസ് ആയോ എടുക്കാവുന്നതാണ്. ഇനി ചിക്കനിലേക്ക് അരപ്പെല്ലാം തേച്ച് പിടിപ്പിക്കണം. അതിനുവേണ്ടി 1.5 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1.5 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, ഇത് രണ്ടും ഫൈനായിട്ടാണ് ചതച്ചെടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ നാടൻ മുളക് പൊടി, നല്ല കളർ കിട്ടുന്നതിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇത് എരിവ് തീർത്ത് കുറഞ്ഞ പിരിയൻ മുളകാണ് കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. നല്ല ഗരം മസാലയുടെ റെസിപ്പി ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് മുകളിൽ ഐക്കാർഡിൽ കൊടുത്തേക്കാം. അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യണേ നിങ്ങൾ. ആവശ്യത്തിന് ഉപ്പ്. ഞാനിവിടെ 1.5 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്. നാരങ്ങാനീരിന് പകരം വിനാഗിരി ഉപയോഗിച്ചാലും മതി കേട്ടോ. അവസാനമായി 1 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ മല്ലിയില. ഇവയെല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കാം. മല്ലിയില ചേർക്കുന്നത് ഓപ്ഷണലാണ്. ചിലർക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടാകില്ല. താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് എല്ലാ കഷ്ണങ്ങളിലും അരപ്പ് നന്നായി തേച്ച് പിടിപ്പിക്കണം. അതുപോലെ തന്നെ ഇതിലേക്ക് ചിക്കൻ എടുക്കുമ്പോൾ കഴുകി വൃത്തിയാക്കി നല്ലതുപോലെ വെള്ളം വാർന്നതിന് ശേഷം മാത്രം എടുക്കുക. ഇനി ഇത് അരപ്പ് പിടിക്കുന്നതിനായി കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും മാറ്റിവെക്കാം. ഞാനൊരു 3 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഇനി വറക്കുന്നതിന് മുൻപ് ചിക്കൻ പീസുകൾക്ക് ഒരു കോട്ടിംഗ് കൊടുക്കണം. അതിന് മാവ് തയ്യാറാക്കാം. അതിനായി 4 ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും. പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. അതായത് നമ്മൾ ഇടിയപ്പം, പത്തിരി എന്നിവ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അരിപ്പൊടിയില്ലേ, അതാണിത്. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇത് ഓപ്ഷണലാണ്. കളർ കിട്ടുന്നതിന് വേണ്ടിയാണിത്. ഇതിന് പകരം ഫുഡ് കളറും ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇവയ്ക്കെല്ലാം ആവശ്യമായിട്ടുള്ള ഉപ്പ് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇവയെല്ലാം 1 സ്പൂൺ വെച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് ചിക്കനിലേക്ക് നന്നായി തിരുമ്മി പിടിപ്പിക്കണം. ഇതുപോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പലതരം ചിക്കൻ റെസിപ്പീസ് ഞാൻ നേരത്തെ നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ചിക്കൻ കൊണ്ടാട്ടം, വണ്ടർ ചിക്കൻ, ഓറഞ്ച് ചിക്കൻ എന്നിവയുടെ റെസിപ്പീസും ഉണ്ട്. അവയുടെ ലിങ്ക് എൻഡ് സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അതും കൂടി ഒന്ന് കാണണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. മിക്സ് ചെയ്യുമ്പോൾ തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ചായി ഒഴിച്ചു കൊടുക്കണം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ മൊത്തം 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട്. ചിക്കനിലുള്ള നനവനുസരിച്ച് ഇതിലേക്ക് ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും കേട്ടോ. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്കിവ വറുത്തെടുക്കാം. അതിന് ഞാനിവിടെ ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെജിറ്റബിൾ ഓയിലാണ്. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ തീ ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. എന്നിട്ട് ചിക്കൻ്റെ പീസുകൾ ഓരോന്നായി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പാത്രം നിറച്ച് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. പല പ്രാവശ്യമായിട്ട് വറുത്തെടുത്താൽ മതി. ഇവയെല്ലാം ചെറിയ തീയിൽ കിടന്ന് ഫ്രൈ ആയി വരണം. ചെറിയ പീസുകൾ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. തീ കൂട്ടിയിട്ടാൽ പുറംഭാഗം പെട്ടെന്ന് തന്നെ ഫ്രൈ ആവുകയും അകംഭാഗം വെന്തും കിട്ടില്ല. ഇട്ട് ഏകദേശം 1 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ തന്നെ നാടൻ കറികളുടെയും സ്നാക്സുകളുടെയും വളരെ നല്ല കുറേ റെസിപ്പീസ് ഞാൻ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അതും കൂടി ഒന്ന് കണ്ടിട്ട് അഭിപ്രായം അറിയിക്കണേ. നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പുതിയ വീഡിയോസൊക്കെ ഇട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ.
ഇപ്പോൾ 2 സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നന്നായി ഫ്രൈ ആയി വരുമ്പോൾ കളറൊക്കെ മാറി വരും. വേണമെങ്കിൽ ചിക്കൻ പീസിൽ ഒരു ഫോർക്ക് വെച്ച് കുത്തി നോക്കാം. ഈസി ആയിട്ട് ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ വെന്തിട്ടുണ്ടാകും. ഇവ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. പുറം ഭാഗം നല്ല ക്രിസ്പിയും അകംഭാഗം നല്ല സോഫ്റ്റുമാണ്. ചിക്കൻ പീസുകൾ ടിഷ്യൂ വിരിച്ച ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ പക്കോട ചൂടോടുകൂടി സെർവ് ചെയ്യണം. അതിനാണ് ടേസ്റ്റ് കൂടുതൽ. ചൂടാറിയാൽ ഇതിൻ്റെ ക്രിസ്പിനെസ് ഒക്കെ പോകും. ഇതുപോലെ തന്നെ ബാക്കിയുള്ളവയും വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇടയ്ക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. തീർച്ചയായും അവർക്ക് ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയെന്ന് എന്നെ അറിയിക്കണേ. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്